ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ തിയറിയാണ്. ഫസ്റ്റ് വൺ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ ഒബ്ജക്ട്സ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ് thereof to the persons interested in such a information. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്, അനലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ് thereof to the person interested in such information. അപ്പോൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത്, ക്ലാസിഫൈ ചെയ്ത്, സമ്മറൈസ് ചെയ്ത്, അനലൈസ് ചെയ്ത്, ഇന്റർപ്രറ്റ് ചെയ്ത് ബിസിനസ്സിലെ ഇൻട്രസ്റ്റഡ് പേഴ്സൺസ്, അതായത് ഓണേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ്, ബാങ്ക്, ഗവൺമെൻറ് അതോറിറ്റീസ്, ഇവരിലേക്ക് നമ്മൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് നമ്മൾ പറയുന്ന ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ക്യാൻ ബി given as follows. First one, systematic recording of transaction. Transaction systematic ആയിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. Basic objective of accounting is to systematically record the financial aspects of business transaction. അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബുക്ക് കീപ്പിംഗ് ആണ്. അപ്പോൾ ബിസിനസ്സിലെ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ബിസിനസ്സിലെ ട്രാൻസാക്ഷൻ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്ട്സ്. അത് ബുക്ക് കീപ്പിംഗ് ആണെന്നുള്ളതാണ് പറയുന്നത്. ദീസ് റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ആർ ലേറ്റർ ഓൺ ക്ലാസിഫൈഡ് ആൻഡ് സമ്മറൈസ്ഡ് ലോജിക്കലി ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫോർ ദ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അപ്പോൾ നമ്മൾ ബുക്ക് കീപ്പിങ്ങിലൂടെ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷനെ നമ്മളത് ക്ലാസിഫൈ ചെയ്ത്, സമ്മറൈസ് ചെയ്ത്, ലോജിക്കലി ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, ലോജിക്കലി പ്രിപ്പയർ ചെയ്ത്, അനലൈസ് ചെയ്ത്, ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസിക് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് ആണ്. ഈ ബുക്ക് കീപ്പിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, സമ്മറൈസ് ചെയ്ത്, അനലൈസ് ചെയ്ത്, ഇൻ്റർപ്രറ്റ് ചെയ്ത് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് അസർടൈൻമെൻറ്റ് ഓഫ് റിസൾട്ട്സ് ഓഫ് എബോവ് റെക്കോർഡ് ട്രാൻസാക്ഷൻ. ഇപ്പോൾ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, അസർട്ടൈൻ ചെയ്യുകയാണ് രണ്ടാമത്തെ ഒബ്ജക്ട്സ്. അക്കൗണ്ടന്റ് പ്രിപ്പയർസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു നോ ദ റിസൾട്ട്സ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ഇപ്പോൾ അക്കൗണ്ടന്റ് ചെയ്യേണ്ട ജോലിയാണ് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു നോ ദ റിസൾട്ട്സ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. അതായത് ഫിനാൻഷ്യൽ ഇയർ തുടങ്ങും. നമുക്ക് പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ഉദ്ദേശിക്കുന്നത് ഏപ്രിലിൽ തുടങ്ങി 31 മാർച്ചിൽ എൻഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇയറിലെ അക്കൗണ്ട്സ് അക്കൗണ്ടന്റ് എന്ത് ചെയ്യണം, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി അത് അസർട്ടൈൻ ചെയ്യണം. ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഹെൽപ്പ് ടു മാനേജ്മെന്റ് ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ടേക്കിംഗ് റാഷണൽ ഡിസിഷൻ. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാനേജ്മെന്റിനെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും, സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞാൽ പറയാം ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക്, ഷെയർ ഹോൾഡേഴ്സ്, ഗവൺമെൻറ് അതോറിറ്റീസ്, ഇവരെയൊക്കെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞത്. ഇവർക്ക് റാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിന് അക്കൗണ്ടിങ് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ഒബ്ജക്ട്സ് അതാണ് അസർടൈൻമെന്റ് ഓഫ് റിസൾട്ട്സ് എബോവ് റെക്കോർഡ് ട്രാൻസാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി മാനേജ്മെന്റിന് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ട് പല തീരുമാനങ്ങൾ എടുക്കുന്നതിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിന് തീരുമാനങ്ങൾ എടുക്കുന്നതിനും സഹായിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്ട്സ്. മൂന്ന്, അസർടൈൻമെന്റ് ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് ആണ്. ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ്മെൻ ആർ നോട്ട് ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ദ റിസൾട്ട്സ് ഓഫ് ദ ബിസിനസ് ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ എ പർട്ടിക്കുലർ പീരിയഡ്, ബട്ട് ഈസ് ഓൾസോ ആങ്ഷ്യസ് ടു നോ വാട്ട് ഹി ഓസ്, ലയബിലിറ്റി വല്ലതും ഉണ്ടോ ടു ദ ഔട്ട്സൈഡേഴ്സ്, ആൻഡ് വാട്ട് ഹി ഓൺസ് അസെറ്റ്സ് ഓൺ എ സർട്ടൺ ഡേറ്റ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക ഭദ്രത നമുക്ക് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ബിസിനസ് men are not only interested in knowing the results of the business in terms of profit or loss of a particular period. അപ്പോൾ ബിസിനസ്സുമാരെ സംബന്ധിച്ച് ഒരു പർട്ടിക്കുലർ പീരീഡ് പ്രോഫിറ്റും ലോസും മാത്രം അറിഞ്ഞാൽ പോരാ, ബട്ട് ഈസ് ഓൾസോ ആങ്ഷ്യസ് ടു നോ വാട്ട് ഈസ് ഓസ്,
അതായത് ലൈബിലിറ്റി എന്തുണ്ട് ബിസിനസ്സിൽ ടു ദ ഔട്ട്സൈഡേഴ്സ്, അതായത് ബിസിനസ്സിന് പുറത്തുള്ള ലൈബിലിറ്റികൾ എത്രയൊക്കെയാണ്, ആൻഡ് വാട്ട് ഹി ഓൺസ് അസറ്റ്സ് ഓൺ എ സർട്ടൺ ഡേറ്റ്, അതായത് ഈ ഒരു സാമ്പത്തിക വർഷം നമുക്ക് എന്തൊക്കെ ലൈബിലിറ്റിയും എന്തൊക്കെ അസറ്റും ഉണ്ടെന്ന് ബിസിനസ്മെന്റിന് അറിയാം. ടു നോ ദിസ് അക്കൗണ്ടന്റ് പ്രിപ്പയർ ഫിനാൻഷ്യൽ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്, പോപ്പുലർലി നോൺ ആസ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ അതിനുവേണ്ടി അക്കൗണ്ടന്റ് തയ്യാറാക്കുന്ന ഫിനാൻഷ്യൽ പൊസിഷനാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാലൻസ് ഷീറ്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒബ്ജക്ട്സ് ആയിട്ട് പറയുന്നത് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക എന്നുള്ളത്. ഒന്നാമത്തെ നമ്മൾ പറയുന്നു നമുക്ക് റെക്കോർഡ് ചെയ്ത് ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഒന്നാമത്തെ ഒബ്ജക്ട്സ്. രണ്ടാമത്തെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുകയാണ്. മൂന്നാമത്തെ ഒബ്ജക്ട്സ് നമുക്ക് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുകയാണ്. ഓക്കെ, നാലാമത്തെ ഒബ്ജക്ട്സ് ആയിട്ട് പറയുന്നു പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു ദ യൂസേഴ്സ് ഫോർ റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. അക്കൗണ്ടിങ് എയിംസ് ടു മീറ്റ് ദ ഇൻഫർമേഷൻ നീഡ്സ് ഓഫ് ദ ഡിസിഷൻ മേക്കേഴ്സ് ആൻഡ് ഹെൽപ്പ് ദം ഇൻ റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ അക്കൗണ്ടിങ് എയിംസ് ടു മീറ്റ് ദ ഇൻഫർമേഷൻ നീഡ്സ് ഓഫ് ദ ഡിസിഷൻ മേക്കേഴ്സ്, അതായത് ഡിസിഷൻ മേക്കേഴ്സിന് തീരുമാനങ്ങൾ എടുക്കുന്ന വിവരങ്ങൾ നൽകുന്നത് അക്കൗണ്ടിങ് ആണെന്നുള്ളതാണ്. ആൻഡ് ഹെൽപ്പ് ദം ടു റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ റാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതിന് സ്ഥാപനങ്ങളെയോ ഓണേഴ്സിനെയോ ഒക്കെ സഹായിക്കുന്നതും അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്ട്സ് ആണ്. അടുത്തത് ടു നോ ദ സോൾവൻസി പൊസിഷൻ, അടുത്തൊരു ഒബ്ജക്ട്സ് ആണ്. ബൈ പ്രിപ്പയറിംഗ് ദ ബാലൻസ് ഷീറ്റ് മാനേജ്മെന്റ് നോട്ട് ഓൺലി reveals what is owned and owed by the enterprise, but also it gives the information regarding concerned ability to meet its liabilities in the short run, that is liquidity position, and also in the long run solvency position as and when they fall due. അതായത് സോൾവൻസി പൊസിഷൻ ആണ് ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചാണ് അടുത്തൊരു ഒബ്ജക്ട്സ് ആയിട്ട് പറയുന്നത്. ഈ സ്ഥാപനം എത്രത്തോളം ഇതിന്റെ സോൾവൻസി പൊസിഷൻ ഉണ്ടെന്ന് അറിയുക എന്നുള്ളതും അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ബൈ പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മാനേജ്മെന്റ് നോട്ട് ഓൺലി റിവീൽസ് വാട്ട് ഈസ് ഓൺഡ് ആൻഡ് ഓൺഡ് ബൈ ദ എന്റർപ്രൈസ്, നമുക്ക് ബാലൻസ് ഷീറ്റിൽ നിന്ന് എന്തൊക്കെ കിട്ടാനുണ്ട് എന്തൊക്കെ കൊടുക്കാനുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും. ബട്ട് ഓൾസോ ഇറ്റ് ഗീവ്സ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് കൺസേൺസ് എബിലിറ്റി ടു മീറ്റ് ലൈബിലിറ്റീസ് ഇൻ ദ ഷോർട്ട് റൺ. അപ്പോൾ ഷോർട്ട് റണ്ണിലുള്ള നമുക്കുള്ള ലൈബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള ഫേമിന്റെ കപ്പാസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ കപ്പാസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഷോർട്ട് റണ്ണിലുള്ളതിൽ നമ്മൾ ലിക്വിഡിറ്റി പൊസിഷൻ എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഇൻ ദ ലോങ് റണ്ണിലാണെങ്കിൽ നമ്മൾ സോൾവൻസി പൊസിഷനാണ്. ആൻഡ് ആസ് ആൻഡ് വെൻ ദേ ഫോൾ ഡ്യൂ. അപ്പം ഒരു ഓർഗനൈസേഷന്റെ സോൾവൻസി പൊസിഷൻ അറിയുന്നതിന് അക്കൗണ്ടിങ് നമ്മളെ സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ 5 പോയിന്റുകളാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻസ് ആണ്. ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ആർ, അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത് 1 മെഷർമെന്റ് ആണ്, 2 ഫോർകാസ്റ്റിംഗ് ആണ്, 3 ഡിസിഷൻ മേക്കിംഗ് ആണ്, 4 കമ്പാരിസൺ ആൻഡ് ഇവാലുവേഷൻ, 5 കൺട്രോളാണ്, 6 ഗവൺമെന്റ് റെഗുലേഷൻ ആൻഡ് ടാക്സേഷൻ. 5 ഫങ്ഷൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്. അതിന് ഫസ്റ്റ് വൺ മെഷർമെന്റ് ആണ്. എന്താണ് മെഷർമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അക്കൗണ്ടിങ് മെഷേഴ്സ് പാസ്റ്റ് പെർഫോമൻസ് ഓഫ് ദ ബിസിനസ് എൻറ്റിറ്റി ആൻഡ് ഡെപിക്റ്റ് ഇറ്റ്സ് കറന്റ് ഫിനാൻഷ്യൽ പൊസിഷൻ. മെഷർമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെഷേഴ്സ് പാസ്റ്റ് പെർഫോമൻസ്, മുൻകാല പെർഫോമൻസ് എങ്ങനെയാണ് ബിസിനസിന്റെ, ആൻഡ് ഡെപിക്റ്റ് ഇറ്റ്സ് കറന്റ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇവിടെ പാസ്റ്റ് പെർഫോമൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കറന്റ് ഫിനാൻഷ്യൽ പൊസിഷനുമായിട്ടുള്ള കമ്പാരിസൺ അങ്ങനെ നമ്മൾ മെഷർ ചെയ്യുകയാണ്. കഴിഞ്ഞ കാല പെർഫോമൻസും ഇപ്പോഴത്തെ സ്ഥാപനത്തിന്റെ കറന്റ് ഫിനാൻഷ്യൽ പൊസിഷനും കൂടെ മെഷർ ചെയ്യുന്നതാണ് നമ്മൾ മെഷർമെന്റ് എന്നതുകൊണ്ടുള്ള ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെഷർ ചെയ്യുകയാണ് ഇവിടെ നമുക്ക് മുൻകാല പെർഫോമൻസ് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ കറന്റ് ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് ഇപ്പോൾ സ്ഥാപനത്തിന്. ഇതാണ് മെഷർമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഫോർകാസ്റ്റിംഗ് ആണ്, ദീർഘവീക്ഷണമാണ്. അക്കൗണ്ടിംഗ് ഹെൽപ്സ് ഇൻ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ പെർഫോമൻസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ എന്റർപ്രൈസ് യൂസിംഗ് പാസ്റ്റ് ഡാറ്റ. അപ്പോൾ അക്കൗണ്ടിംഗ് ഹെൽപ്പിംഗ് ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ പെർഫോമൻസ്, അക്കൗണ്ടിങ് നമ്മളെ സഹായിക്കുന്നത് ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ ബിസിനസ്സിന് ഫോർകാസ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ എന്റർപ്രൈസ് യൂസിംഗ് പാസ്റ്റ് ഡാറ്റ. പാസ്റ്റ് ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ പെർഫോമൻസ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഫോർകാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൈവശമുള്ള ഡാറ്റ, അക്കൗണ്ടിങ് ഡാറ്റയെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിനാൻഷ്യൽ പൊസിഷനും ഫ്യൂച്ചർ പെർഫോമൻസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഫോർകാസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുള്ളതാണ് അടുത്തൊരു ഫംഗ്ഷൻ. അടുത്ത ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായിക്കുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് റിലവൻറ്റ് ഇൻഫർമേഷൻ ടു ദ യൂസേഴ്സ് ഓഫ് അക്കൗണ്ട്സ് ടു എയ്ഡ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ്.
അപ്പോൾ ഇവിടെ പ്രൊവൈഡ് റിലവൻറ്റ് ഇൻഫർമേഷൻ ടു ദ യൂസേഴ്സ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സിലെ യൂസേഴ്സിന് കുറേ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്നത് അക്കൗണ്ടിങ് ആണ്. ടു ഗൈഡ് ദ റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. ആ ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് അക്കൗണ്ടിങ് നമ്മെ സഹായിക്കുന്നു. ഇത് അക്കൗണ്ടിങ്ങിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എന്ന ഫംഗ്ഷനാണ് നമ്മളെ പറയുന്നത്. അടുത്ത കമ്പാരിസൺ ആൻഡ് ഇവാലുവേഷൻ ആണ്. അസസ് പെർഫോമൻസ് അച്ചീവ്ഡ് ഇൻ റിലേഷൻ ടു ടാർഗറ്റ് ആൻഡ് ഡിസ്ക്ലോസസ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് അക്കൗണ്ടിംഗ് പോളിസീസ് ആൻഡ് കണ്ടിജന്റ് ലൈബിലിറ്റീസ് വിച്ച് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്രെഡിക്റ്റിംഗ്, കമ്പയറിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ഫിനാൻഷ്യൽ റിസൾട്ട്സ് ആണ്. ഇപ്പം അസസ് പെർഫോമൻസ് അച്ചീവ്ഡ് ഇൻ റിലേഷൻ ടു ടാർഗറ്റ്സ്, നമ്മുടെ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് അസസ് ചെയ്യുകയാണ്. ഇപ്പം ടാർഗറ്റ് എത്തിയിട്ടുണ്ടോ, ആൻഡ് ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് അക്കൗണ്ടിംഗ് പോളിസീസ്, അതുപോലെ തന്നെ ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് അക്കൗണ്ടിംഗ് പോളിസീസ്. അക്കൗണ്ടിംഗ് പോളിസി ബേസ് ചെയ്ത് നമുക്ക് വേണ്ടി ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യുന്നു.